ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാഫിക് ഡിസൈനിലെ പ്രധാനപ്പെട്ട ഒരു ഡിസൈൻ പ്രിൻസിപ്പിളായ പ്രോക്സിമിറ്റിയെക്കുറിച്ചാണ്. പ്രോക്സിമിറ്റി റെഫർ ചെയ്യുന്നത് ഒരു ഡിസൈനിൽ സെൻസ് ഓഫ് ഓർഗനൈസേഷനും റിലേഷൻഷിപ്പും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് ഈ എലമെൻറ്റ്സ് ഗ്രൂപ്പ് ചെയ്യുന്നതെന്നാണ്. അപ്പം പ്രോക്സിമിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ പ്രിൻസിപ്പിളാണ്. അത് ക്ലാരിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും റീഡബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഓവറോൾ വിഷ്വൽ ഹയറാർക്കി ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പം പ്രോക്സിമിറ്റി എന്ന പ്രിൻസിപ്പിൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ എഫക്റ്റീവായിട്ടൊരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഡിസൈൻ കൂടുതൽ വിഷ്വലി അപ്പീലിംഗ് ആക്കാനും ഒക്കെ പറ്റുന്നതാണ്. ഇനി നമുക്ക് പ്രോക്സിമിറ്റിയുടെ ഡെഫിനേഷനും പർപ്പസും ഒക്കെ നോക്കാം. പ്രോക്സിമിറ്റിയെ നമ്മളാണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രൂപ്പിംഗ് എന്നും പറയാറുണ്ട്. റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ക്ലോസ് ആയിട്ട് വെക്കുകയും അൺറിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് സെപ്പറേറ്റ് ആക്കി വെക്കുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഈ ഒരു പ്രോക്സിമിറ്റിയുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് വിഷ്വലി കണക്ട് ചെയ്യുകയും അങ്ങനെ ഓരോ ഗ്രൂപ്പുകൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള വിഷ്വൽ ഡിസ്റ്റിങ്ഷൻ കൊടുക്കുകയും ചെയ്യുന്നു. ഡിസൈനിലുള്ള ഓരോ എലമെൻറ്റ്സിൻ്റെ റിലേഷൻഷിപ്പ് പെട്ടെന്ന് മനസ്സിലാക്കാനും ഡിസൈനിലൂടെ പെട്ടെന്ന് നാവിഗേറ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു പ്രിൻസിപ്പിൾ സഹായിക്കുന്നതാണ്. ഇനി നമുക്കാണെങ്കിൽ ഇവിടെ 3 ഇമേജ് കാണാൻ പറ്റും. ആദ്യത്തെ ഇമേജിൻ്റെ അകത്ത് ഇതിങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇത് കുറച്ചുകൂടെ ഗ്രൂപ്പ് ചെയ്തപ്പം കുറച്ചും കൂടെ ഒരു കാണാൻ പറ്റും. ഇവിടെ ഒരു നെഗറ്റീവ് സ്പേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഷേപ്പൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ അറ്റൻഷൻ ഇതിന് കിട്ടുന്നതാണ്. പക്ഷേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച് ചെയ്ത സമയത്ത് ഒട്ടും ഗ്രൂപ്പ് ചെയ്യാത്ത സമയത്ത് ഒട്ടും അറ്റൻഷൻ കിട്ടുന്നതുമില്ല. അതാണ് കുഴപ്പമെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കാണെങ്കിൽ ഈ ഒരു പ്രോക്സിമിറ്റി ഉപയോഗിച്ചിട്ട് കൂടുതൽ അറ്റൻഷൻ കൊണ്ടുവരാനും ഒരു സൈഡിലോട്ട് ഊന്നി കാണിക്കാനും ഒക്കെ പറ്റുന്നതാണ്. ഇനി നമുക്കാണെങ്കിൽ പ്രോക്സിമിറ്റിയുടെ ബെനിഫിറ്റ്സ് നോക്കാം. പ്രധാന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനും സ്ട്രക്ചറുമാണ്. മൊത്തത്തിൽ നമ്മുടെ ഡിസൈന് ഓർഗനൈസേഷൻ കൊണ്ടുവരാനും മൊത്തത്തിലൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു പ്രോക്സിമിറ്റി സഹായിക്കുന്നതാണ്. ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് ഡിസൈനേഴ്സിന് ഒരു ലോജിക്കൽ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. വ്യൂവേഴ്സിൻ്റെ ഐയെ ഒരു ഗ്രൂപ്പിൽ നിന്ന് അടുത്ത ഗ്രൂപ്പിലോട്ട് ഗൈഡ് ചെയ്യാനും ഇത് സഹായിക്കുന്നു. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ റീഡബിലിറ്റിയും കോംപ്രിഹെൻഷനുമാണ്. റീഡബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമുക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന, കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ധാരണയുമാണ്. അപ്പം പ്രോക്സിമിറ്റി പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ റീഡബിലിറ്റി കൂട്ടാനും പിന്നെ എളുപ്പം മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നതിലൂടെ ഓരോ എലമെൻറ്റ്സും തമ്മിലുള്ള റിലേഷൻ പെട്ടെന്ന് വ്യൂവേഴ്സിന് മനസ്സിലാക്കാനും അങ്ങനെ വ്യൂവേഴ്സിൻ്റെ ധാരണ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കും. ഇനിയുള്ളത് വിഷ്വൽ ഹയറാർക്കിയാണ്. പ്രോക്സിമിറ്റി വിഷ്വൽ ഹയറാർക്കി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മളാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ അടുത്തടുത്ത് പ്ലേസ് ചെയ്യുന്ന സമയത്ത് അവിടോട്ട് കൂടുതൽ അറ്റൻഷൻ കൊണ്ടുവരാനും അങ്ങോട്ട് കൂടുതലൊരു ഫോക്കസ് കൊണ്ടുവരാനൊക്കെ സഹായിക്കും. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ബാലൻസും വൈറ്റ് സ്പേസും ഒക്കെയാണ്. ഇപ്പോൾ നമ്മളാണെങ്കിൽ പ്രോക്സിമിറ്റി പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനും എസ്തെറ്റിക്കലി പ്ലീസിങ് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ നമ്മളാണ് പലയിടത്തായിട്ട് ഇങ്ങനെ അലങ്കോലമായിട്ട് അറേഞ്ച് ചെയ്യാതെ ഇപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ളൊരു വൈറ്റ് സ്പേസ് വരാനും അത് മൊത്തത്തിൽ ഡിസൈനിൽ ഒരു വിഷ്വൽ ഹാർമണി ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് പ്രോക്സിമിറ്റി ഡിസൈനിൽ അപ്ലൈ ചെയ്യാനുള്ള കുറച്ച് ടിപ്പ് നോക്കാം. ഒന്നാമതായിട്ടുള്ള ടിപ്പ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഗ്രൂപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ ഗ്രൂപ്പ് ചെയ്യാം, ഇമേജും ക്യാപ്ഷനും ഒക്കെ ഗ്രൂപ്പ് ചെയ്യാം. അതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം നമുക്കിങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വിഷ്വൽ സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ നമുക്കാണെങ്കിൽ ഇപ്പം 2 ഗ്രൂപ്പ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നമുക്കാണെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു വൈറ്റ് സ്പേസ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു വിഷ്വൽ ഡിവൈഡർ തന്നെ കൊടുക്കാം. നമുക്കൊരു ലൈൻ കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളർ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മളാണെങ്കിൽ ഒരു വിഷ്വൽ സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യാം. അത് വ്യൂവേഴ്സിന് എലമെൻറ്റ്സിൻ്റെ റിലേഷൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പേസിങ്. ഇപ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൻ്റെ അകത്ത് കുറേ എലമെൻറ്റ്സ് ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു എലമെൻറ്റ്സിന് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പേസിങ് കൊടുക്കണം. എന്നാൽ മാത്രമേ ഒരു വിഷ്വൽ ഹാർമണി ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാനും സാധിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രോക്സിമിറ്റി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹയറാർക്കി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എലമെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസിനും പ്രയോറിറ്റിക്കും അനുസരിച്ച് വേണം അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്ലിയർ വിഷ്വൽ ഹയറാർക്കി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ ഗൈഡ് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എക്സാമ്പിളിൻ്റെ അകത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടേക്കുന്നത്. ഇപ്പോൾ നമുക്കാണെങ്കിൽ ഇതിനകത്ത് കുറേ സെക്ഷൻ കാണും. മുകളിൽ ഒരു സെക്ഷനുണ്ട്, ഈ ഒരു സെക്ഷനുണ്ട്, ഈ ഒരു സെക്ഷനുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ഇൻഡിവിജ്വൽ ഗ്രൂപ്പുണ്ട്. ഇതൊരു സെക്ഷനായിട്ട് കണക്കാക്കാം, ഇതൊരു സെക്ഷനായിട്ട് കണക്കാക്കാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് റിലേഷൻ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. ഇതെല്ലാം റിലേറ്റഡ് ആണെന്നും ഇതെല്ലാം റിലേറ്റഡ് ആണെന്നും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. ഇതാണ് ഇതിൻ്റെ ഈ പ്രോക്സിമിറ്റിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ. ഈ ഒരു എക്സാമ്പിളിൻ്റെ അകത്ത് ഇതേപോലെ തന്നെയാണ് പല ഗ്രൂപ്പുകളായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്കാണെങ്കിൽ ഇവിടെ ഒരു സെക്ഷനുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരേപോലെ കറക്റ്റ് ഗ്രൂപ്പായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇതും ഗ്രൂപ്പായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. പ്രോപ്പർ സ്പേസിംഗ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രോക്സിമിറ്റി കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തേക്കുന്ന ഒരു ഡിസൈനാണിത്. ഈ ഒരു ഡിസൈനും അതേപോലെ തന്നെയാണ്. ഈ ഒരു ഡിസൈൻ്റെ അകത്തും പ്രോപ്പറായിട്ടുള്ള സ്പേസിങ് കൊടുത്തിട്ടുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്. ഓരോ ഗ്രൂപ്പിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങളാണ്. ഇവിടെ മൊത്തത്തിൽ ഒരു ഗ്രൂപ്പാണിത്. ഇത് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. ഇതാണ് ഗുണമെന്ന് പറഞ്ഞാൽ. ഇവിടെ സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. കറക്റ്റ് അലൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് പ്രോക്സിമിറ്റി പ്രോപ്പറായിട്ട് നമ്മുടെ ഡിസൈൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റും.